ഇന്നലെ മോർണിംഗിൽ സ്കൂൾക്ക് പോകുന്ന കാട്ടിക്കൂട്ടലായി. എന്നാ ഇന്ന് മോർണിംഗിൽ തണുപ്പത്തെ ഒരു വ്ളോഗ് അല്ലേ യശോ? ചളി വേണ്ട എന്റെ കുറച്ച് എന്നാ വേണ്ട കട്ട് ചെയ്യലേ? എന്നാ വേണ്ട ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് മോർണിംഗ് എന്താ വെച്ചാല് ഇന്ന് തണുപ്പാണ് നമ്മുടെ അയ്മമോളെ പ്രശ്നം. ഓക്കെ, ഇന്നലെ എന്താന്ന് വെച്ചാല് ഇന്നലെ ഒരു കാട്ടിക്കൂട്ടൽ കഴിഞ്ഞു എല്ലാവരും. ഇന്ന് തണുപ്പാണ് പ്രശ്നം. അപ്പൊ ആ തണുപ്പത്ത് ചായ കുടിക്കുന്ന രംഗം ഒന്ന് കാണിച്ചു കേട്ടോ. ഹായ്, കണ്ടില്ലേ? ഇത് തണുത്തിട്ട് മൂടിയതാട്ടോ. ഓക്കെ തന്നെ അമ്മിക്കുട്ടിന്റെ പുതിയ പരാതി എന്താന്ന് വെച്ചാൽ തണുത്തിട്ടാണ് ഈ മൂടിയിട്ടത്. കുളിച്ച് വന്ന് ഇരിക്കുകയാണ്. അപ്പൊ ഈ അടിക്ക് കൂടുതൽ നിൽക്കുന്ന ഈ പുറപ്പുണ്ടല്ലോ, അത് കട്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അല്ല അമ്മിമോളെ? എന്താണ് കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യണോ? തണുക്കണോ? നല്ല തണുപ്പുണ്ടോ? അപ്പൊ ഈ തണുപ്പത്ത് കുളിക്കാൻ കഴിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കുളിക്കാതെ മാത്രല്ല, ഒന്നല്ലെങ്കിൽ തല ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് തലയിൽ കൂടി ഇങ്ങനെ വെള്ളയിക്കുക. അപ്പൊ കുളിച്ച പോലെ ഉണ്ടാവും ചെയ്യും. എന്ത് ചെയ്യും? നമുക്ക് മുഖത്തൊരു ഫ്രഷ്നെസ് കിട്ടും ചെയ്യും. എന്നാലോ എന്നാ തണുക്കട്ടില്ലേ? അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി മറ്റൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി അതല്ല, ബോഡി മൊത്തം നനയണം, പക്ഷെ നമുക്ക് തണുപ്പത് പെട്ടെന്ന് കുളിച്ച് കഴിയണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറിയോ? നേരെ പോവാ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. ഒറ്റയടിക്ക് എന്ത് ചെയ്യാ? ഒരു 2 കപ്പ് വെള്ളം ഒറ്റയടിക്കണ്ട് ഒഴിക്കുക. പിന്നെ പ്രശ്നമില്ല. പിന്നെ ആ വെള്ളം, ബാക്കിയുള്ള വെള്ളം നല്ല അങ്ങനെ ഒഴിച്ചോളൂ. ആ ആദ്യത്തെ 2-3 കപ്പാണ് ഒഴിച്ച് കിട്ടാനാണ് പ്രയാസം അല്ലേ? ഐശു അങ്ങനെയാണ് ചെയ്യലെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു. 2 കപ്പോണ്ട് ഒഴിച്ചാൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഐശു കുളിക്കലില്ല എന്നും പറഞ്ഞു. ഇപ്പച്ചിയോ? ഞാൻ ഇപ്പോൾ കുളിക്കാതെ ഞാൻ ഡയലി 2 വട്ടം കുളിക്കലുണ്ട്. ഞാനുണ്ട് കുളിച്ചപ്പോ അങ്ങനെ ഉണ്ട്. നമ്മൾ അമ്രിമോള് ചായ കുടിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അമ്രിമോളെ ചായ കുടി, ഇന്നത്തെ ചായ കുടി. ഇന്ന് സ്കൂൾക്ക് കുറച്ച് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മുത്തേ, ഇന്ന് സ്കൂളിൽ മറ്റേ പരിപാടി ഉണ്ടല്ലോ, കാറ്റർപില്ലറിന്റെ പരിപാടി ഉണ്ടല്ലോ. അല്ല, ഇന്നലെ കൊണ്ടുപോയി ഡാൻസ് ഉണ്ടാവോ? അമ്മിക്കുട്ടി കളിക്കോ ഡാൻസ്? ഇന്നലെ കൊണ്ടുപോയ കാറ്റർപില്ലർ എന്താ ചെയ്ത്? സ്കൂളിൽ എന്താ ചെയ്തത്? എവിടെ? അങ്ങനെ വെച്ചിക്കാം. ഓ, അങ്ങനെ വെക്കല. ഇന്നലെ മിസ് എന്തേ പറഞ്ഞു അമ്രിക്കുട്ടീന്റെ കാറ്റർപില്ലേഴ്സ് കണ്ടിട്ട്? സൂപ്പറാണ് പറഞ്ഞോ? ഓ, എന്നാ വേഗം ചായ കുടിക്കും, എന്നാലല്ലേ നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയുള്ളൂ. മറ്റേത് അവിടെ പരിപാടി അപ്പോ ഇതിന് കഴിയും കേട്ടോ. പരിപാടി കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാറ്റർപില്ലർ ഉണ്ടാക്കിയത് വെറുതെ ആവും. അമ്രിക്കുട്ടീന്റെ കാറ്റർപില്ലേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്ന് സ്കൂൾക്ക് പോകണം. പെട്ടെന്ന് പോയാലേ കാറ്റർപില്ലേഴ്സിന്റെ പരിപാടിയിൽ അമ്രിക്കുട്ടിക്ക് പങ്കെടുക്കാന്. എന്നാ വേഗം ചായ കുടിക്ക്. എന്ത് ഡാൻസ് ആണേനോ? അതേ ഈ പോയി കണ്ടിട്ട് പറഞ്ഞു തരേണ്ടി കേട്ടോ. കാറ്റർപില്ലർ ഡാൻസ് ചെയ്യിക്കാറത് പുയുകളുടെ ഡാൻസ് അമ്രിക്കുട്ടി ഐശു കണ്ടുണോ? ഇങ്ങനെയുള്ള ഡാൻസ് ഇങ്ങനെ എങ്ങനെ പിന്നെ അങ്ങനെയാണ് പരിപാടി. ഇല്ലല്ലോ, കണ്ടോ? എലമലോ? ഓക്കെ, ഇന്ന് കുറച്ച് നേരം വൈകിന്. ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ക്ലാസ് തുടങ്ങിയാണ് ഏകദേശം. അപ്പം ഇന്നും ചെറിയ കശപിശ ഇന്നലത്തേനേക്കാളുണ്ട്. എന്താണെന്നറിയില്ല സംഭവം. ഇന്ന് ഐശു സ്കൂളിൽ പോകുന്ന നേരത്തെ അത് പ്രശ്നമായി. ഇനിയിപ്പോ ഞാൻ കൊണ്ടുവരാൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ട് ഇനി ഇന്നെ വെയിറ്റ് ചെയ്യോ? അറിയില്ല, അത് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ പോകണ്ട. മിസ് എന്തായാലും ഓക്കെ, അങ്ങനെ ചേരാവട്ടെ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ മോർണിംഗ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഷോപ്പൊക്കെ പോട്ടെ. ഓക്കെ, ബൈ ബൈ. ബൈ.